കടുത്ത പച്ചച്ചായം അടിച്ച ഗേറ്റിന് മുന്നിൽ ജയപ്രകാശ് ബൈക്ക് നിർത്തി. അതിന്റെ 2 പാളികളിലായി കണ്ട അക്ഷരങ്ങൾ അനുപ്രിയ കൂട്ടി വായിച്ചു. ഇംഗ്ലീഷിലാണ് എഴുത്ത്. വൃന്ദാവനം. വൃന്ദ അടഞ്ഞുകിടന്ന പാളിയിൽ മുറിഞ്ഞു കിടക്കുന്നു. വനം തുറന്നു കിടക്കുന്ന പാളിയിലും. കുത്തനെയുള്ള കയറ്റം കയറി വരികയായിരുന്നതിനാൽ അനുപ്രിയ അവന്റെ വയറിനു മീതെ കൈ ചുറ്റിയിട്ടുണ്ടായിരുന്നു. ഇതുതന്നെയാണല്ലോ അല്ലേ? അവൾ ചോദിച്ചു. ഗേറ്റ് കടന്ന് 100 വാരിയോളം ചെന്നപ്പോൾ പച്ചയുടെ തണലിൽ വിശ്രമിക്കുന്ന ഒരു വീട് കാണായി. വീടിന്റെ പെയിന്റ് ഓഫ് വൈറ്റ് ആണ്. പക്ഷേ എല്ലാ ബോർഡും, എല്ലാ പില്ലറുകളും, ബീമുകളും, ജനാലച്ചട്ടങ്ങളും, സൺഷേഡുകളും, കോൺക്രീറ്റ് വാർക്കയ്ക്കു മീതെ പതിച്ച ഓടുകളും, മുകളിലത്തെ നിലയിലെ ടെറസിന്റെ പാരപ്പറ്റും, ഗ്രില്ലുകളും, കോൺക്രീറ്റ് ബോർഡുകളും എല്ലാം പച്ച. അനുപ്രിയ ബൈക്കിൽ നിന്നിറങ്ങി മിനുസമുള്ള വെള്ളാരം കല്ലുകൾ മെത്ത പോലെ വിരിച്ച മുറ്റത്തേക്ക് അത്ഭുതത്തോടെ നോക്കി. നിരത്ത് ചെരുപ്പിട്ട് ചവിട്ടാൻ തോന്നില്ല. അത്രയ്ക്ക് വെണ്മയുള്ള വെള്ളാരം കല്ലുകൾ മുറ്റത്തെമ്പാട് വിരിച്ചിരിക്കുന്നു. വീടിന് ചുറ്റും പച്ചച്ചെടികളുടെ ഒരു തോട്ടം. ജയപ്രകാശ് ഹെൽമറ്റ് തലയിൽ നിന്ന് അഴിച്ചു മാറ്റി. തലയിലോട്ടേക്ക് പറ്റിച്ചേർന്ന മുടി വിരൽ കൊണ്ട് കോതിയിളക്കി. അപ്പോൾ പച്ചില ചാർത്തുകൾക്കിടയിലൂടെ തണുത്ത ഒരു കാറ്റുവടി വന്ന് അവന്റെ മുടിയിഴകളിലേക്ക് കുളിർ കോരിയിട്ടു. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. അനുപ്രിയ തിരിഞ്ഞു നോക്കിയപ്പോൾ മനീഷ് ബാബു വാതിൽ തുറന്ന് പടികളിറങ്ങി. ഹൃദ്യമായ ചിരിയോടെ ആശ്ലേഷിക്കാനായി കൈകൾ വിടർത്തിക്കൊണ്ടുവരുന്നു. എന്നാൽ ജയപ്രകാശ് ഷേക്ക് ഹാൻഡിനുള്ള കൈനീട്ടിയതോടെ ആലിംഗത്തിനുള്ള സാധ്യത മങ്ങി. ഒപ്പം പൂ പോലെ വിടർന്ന അനുപ്രിയയുടെ പ്രതീക്ഷയും കൂബിപ്പോയി. അവൾക്ക് ഹസ്തദാനം കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നു. അന്തരീക്ഷത്തിന് തണുപ്പുണ്ടായിരുന്നതിനാൽ മനീഷ് ടീഷർട്ടിന് മീതെ വൂളൻ ബ്ലേസർ ധരിച്ചിട്ടുണ്ടായിരുന്നു. അലസമായ ആ വേഷവിധാനത്തിലും അലങ്കോലപ്പെട്ട് മുഖത്തേക്ക് വീണുകിടന്ന മുടിയിഴകൾ അവന്റെ നെറ്റിക്ക് നൽകിയ ഭംഗിയിലും അവൻ കൂടുതൽ സുന്ദരനായിരിക്കുന്നുവെന്ന് അനുപ്രിയയ്ക്ക് തോന്നി. മനീഷ് 2 പേരെയും വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. രോഹിണി അമ്മയെ. അവൻ അമ്മയെക്കുറിച്ച് കോളേജിൽ വെച്ച് പറയാറുണ്ടായിരുന്നു. അതേ കുസൃതിയോടെ തന്നെ വിളിച്ചത് കേട്ട് അനുപ്രിയ വിസ്മയം കൊണ്ടു. സ്ലീവ്ലെസ് സ്വെറ്റർ ധരിച്ച മധ്യവയസ്കയായ ഒരു വീട്ടമ്മ ഊൺമുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. ജയപ്രകാശിനെ അമ്മയ്ക്കറിയാമല്ലോ. ഇവൾ അനുപ്രിയ. അത് പറയുമ്പോൾ മനീഷ് അവളുടെ ചുമലിൽ പിടിച്ചടുപ്പിച്ചു നിർത്തി. ആ ചേർത്തു നിർത്തലിലെ അധികാരവും വാത്സല്യവും കരുതലും മുൻപ് പലപ്പോഴത്തെയും പോലെ ഇപ്പോഴും അവൾക്ക് അനുഭവപ്പെട്ടു. ആ ഒരു നിമിഷം താൻ അവൻ്റേതാണെന്ന് അവൾക്ക് തോന്നി. രോഹിണി അമ്മയുടെ നേർക്ക് അവൾ കൈകൂപ്പി. അവരും ശിരസ് നമിച്ച് പുഞ്ചിരിയിട്ടു. വീടിന് പുറത്ത് ആ സ്ത്രീ രോഹിണി ടീച്ചറാണെന്ന കാര്യവും അനുപ്രിയ അന്നേരം ഓർത്തു. ഞങ്ങളുടെ കല്യാണമാ, ജയപ്രകാശ് രോഹിണി ടീച്ചറോട് പറഞ്ഞു. നിശ്ചയം കഴിഞ്ഞു. ഇനി 7 ദിവസമേയുള്ളൂ. നേരിട്ടും അല്ലാതെയും ക്ഷണിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. ലവ് മാരേജ് അല്ലേ? രോഹിണി ടീച്ചർ ചിരിച്ചു. അങ്ങനെ വേണമല്ലോ പറയാൻ. അനുപ്രിയ മനീഷിന്റെ നേർക്ക് പാളി നോക്കി. അവന്റെ നോട്ടം തന്റെ മുഖത്താണ്. ഇപ്പോൾ അബദ്ധം പിണഞ്ഞ പോലെ നോട്ടം മാറ്റുന്നു. ഇവിടെ ക്ഷണിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ? രോഹിണി ടീച്ചർ ചോദിച്ചു. അല്ല, തൊടുപുഴയിലും നീലൂരിലും റിലേറ്റീവ്സ് ഉണ്ട്. ഇനി ഞങ്ങൾ പുള്ളിക്കാനത്ത് പോവുകയാ. അവിടെ ഒരു അങ്കിളുണ്ട്, എസ്റ്റേറ്റ് സൂപ്രണ്ടാ. ചിലപ്പോൾ വാഗമണ്ണിലും പോയേക്കും. സമയം കിട്ടുമോന്നറിയില്ല, ജയപ്രകാശ് പറഞ്ഞു. ഇവർക്ക് ഊണ് കൊടുക്കണം അമ്മേ, മനീഷ് ബാബു പറഞ്ഞു. ഞങ്ങൾ അങ്കിളിന്റെ വീട്ടിൽ ചെന്നിട്ട് ജയപ്രകാശിനെ പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല മനീഷ് ബാബു. ഇവിടെ നിന്നിട്ട് പോയാൽ മതി. ഊണിന് ചില അധിക വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കെ രോഹിണി ടീച്ചർ ജയപ്രകാശിനോട് പറഞ്ഞു. മനുവിന് നിങ്ങളുടെ കല്യാണം കൂടാൻ പറ്റില്ലല്ലോ. അവന്റെ ലണ്ടൻ വീസ റെഡിയാ. മറ്റന്നാൾ അവൻ പോകും. കശ്മലൻ പറഞ്ഞില്ലല്ലോ അക്കാര്യം, ജയപ്രകാശ് പരിഭവിച്ചു. കമ്പനി പെട്ടെന്നെടുത്ത ഡിസിഷനാ. ഓൺ സൈറ്റിൽ അയക്കുക. ഡെപ്യൂട്ടേഷൻ എന്ന് നാടൻ ഭാഷ, മനീഷ് വിശദീകരിച്ചു. അവന് ഇൻഫോസിസിലാണ് ജോലി. ഒരു കാലത്ത് എറണാകുളം മഹാരാജാസിൽ ഡിഗ്രി കോഴ്സ് ചെയ്തവരാണ് 3 പേരും. 3 വർഷത്തോളം മാനസികമായി ഒന്നിച്ചുണ്ടായിരുന്നവർ. മനീഷ് ബാബുവും ജയപ്രകാശും ബികോം കമ്പ്യൂട്ടർ വിദ്യാർത്ഥികളായിരുന്നു. അനുപ്രിയ BA ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റും. മനീഷ് ബികോം കഴിഞ്ഞ് MBAക്ക് പോയി. HR ആയിരുന്നു അവൻ തിരഞ്ഞെടുത്തത്. കോഴ്സ് പൂർണ്ണമാകുമ്പോഴേക്കും അവന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. ജയപ്രകാശ് ബാങ്ക് ടെസ്റ്റുകൾ എഴുതുകയും MCOMന് പഠിക്കുകയും ഒരേ കാലത്ത് ചെയ്തു പോന്നു. ഒടുവിൽ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ജോലി തരപ്പെടുത്തുകയും ചെയ്തു. അനുപ്രിയ BA കഴിഞ്ഞ് B.Edന് ചേർന്നു. അവൾക്ക് ടീച്ചിങ് പ്രൊഫഷനോടായിരുന്നു
താല്പര്യം. ഇപ്പോൾ കോട്ടയത്ത് ഒരു കോൺവെന്റ് സ്കൂളിൽ പാർട്ട് ടൈം ടീച്ചറാണ്. അനു വാ, മനീഷ് അവളെ വിളിച്ചു. അനുപ്രിയ ഉടൻ എഴുന്നേറ്റ് ചെന്നു. ഞാൻ വരണ്ടേ? ജയപ്രകാശ് ചോദിച്ചു. നീ അമ്മയ്ക്കൊരു കമ്പനി കൊടു. നീ ഇതൊക്കെ കണ്ടിട്ടുള്ളതല്ലേടാ, ഇവളല്ലേ കാണാത്തത്? മനീഷ് അനുപ്രിയയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീടിന് ചുറ്റുമുള്ള തോട്ടം അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ പാരഡൈസ്, അത്തിപ്പഴത്തോട്ടം. പക്ഷേ ഇവിടെ പൂച്ചെടികളില്ലല്ലോ. ഉണ്ടല്ലോ, ചെത്തി, ചെമ്പരത്തി, ഇലഞ്ഞി, മന്ദാരം. മരങ്ങളായി വരുന്ന ചെടികൾ മാത്രമേയുള്ളൂ. ചെറിയ മരങ്ങളുടെ ആ കുട്ടിക്കാട്ടിലൂടെ അവൻ അവളെയും കൂട്ടിച്ചെന്നു. ഇതെല്ലാം പഴങ്ങളുണ്ടാകുന്ന ചെറുമരങ്ങളാ. പേരമരങ്ങൾ തന്നെ 50ഓളം ഇനങ്ങളുണ്ട്. ചാമ്പ 15 ഇനങ്ങൾ. ശീമച്ചാമ്പ, നെല്ലി, ശീമനെല്ലി, ഒട്ടുമാവ്, നാട്ടുമാവ്, അത്തി, ആപ്പിൾ, മുന്തിരി, പാഷൻ ഫ്രൂട്ട്, ബട്ടർ ഫ്രൂട്ട്. അവൻ ഓരോ ഫലവൃക്ഷങ്ങളും അവൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് നടന്നു. കരിയിലകൾ വീണ തറയിലൂടെ ചുവന്ന ഇഷ്ടികയും ഓടും പാകിയ നടപ്പാതയുണ്ടായിരുന്നു. ഇതിലെ നടക്കുമ്പോൾ തന്നെ നല്ല കുളിർമ. അനുപ്രിയ പറഞ്ഞു. വേനൽക്കാലത്ത് ഇവിടെ ഇരിക്കാൻ എന്തൊരു സുഖമാണെന്നറിയോ? ഇതെത്രയുണ്ട് മനുവേട്ട ഈ പഴത്തോട്ടം? ഇത് 1/2 ഏക്കർ. ഈ പഴങ്ങളെല്ലാം എന്തു ചെയ്യും? ഞങ്ങൾക്ക് ആവശ്യമുള്ളത് പറിച്ചെടുക്കും. ബാക്കിയുള്ളതെല്ലാം പക്ഷികളും മണ്ണാർക്കണ്ണന്മാരും കൂടി പങ്കിടും. വിൽപ്പനയ്ക്ക് ഇവിടെ പഴങ്ങളില്ല. ഈ പഴത്തോട്ടം പ്രഭാതത്തിൽ ഒരു പക്ഷി സങ്കേതമാണെന്ന് മനീഷ് വിവരിച്ചു. 100 കണക്കിന് പക്ഷികൾ, 100 കണക്കിന് അണ്ണാന്മാർ. കലപില കലപില, ചിൽ ചിൽ ചിൽ. എന്തൊരു രസം പിടിച്ച കാഴ്ചയാണെന്നോ. അവരുടെ ലോകമഹാസമ്മേളനം നടക്കുകയാണെന്ന് തോന്നും. ഇതെല്ലാം മനുവേട്ടൻ നട്ടുപിടിപ്പിച്ചതാണ്. ഏയ്, അച്ഛൻ റെയിൽവേയിലായതുകൊണ്ട് അച്ഛൻ സൗത്ത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. എപ്പോൾ വീട്ടിൽ വരുമ്പോഴും അച്ഛൻ പുതിയൊരു തയ്യോ വിത്തോ കൊണ്ടുവരും. അമ്മ അത് വെള്ളവും കൊടുത്ത് വളർത്തും. ഞാനിങ്ങനെ അതെല്ലാം ആസ്വദിച്ച് ആനന്ദിക്കും. എന്ത് രസം മനുവേട്ട ഇവിടെ. പക്ഷികളുടെയും മണ്ണാറക്കണ്ണന്മാരുടെയുമായ ആ സുഖവാസ കേന്ദ്രത്തിൽ നിന്ന് തിരിച്ചു പോരാൻ അവൾക്ക് മനസ്സ് വന്നില്ല. ഇങ്ങനൊരു വീടും പരിസരവും ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. പൂച്ചെടികളും പൂമരങ്ങളും പൂന്തോട്ടവും ഒക്കെയുള്ള വീട് കണ്ടിട്ടുണ്ട്. ഒരു പച്ചപ്പഴത്തോട്ടം ആദ്യം കാണുക. അനുപ്രിയ ചിരിച്ചു. മനീഷ് ആ ചിരിയുടെ അഴകിൽ ലയിച്ചു. സ്വയം മറന്നങ്ങനെ 2-4 നിമിഷം നിന്നു. അനുപ്രിയയുടെ മിഴികളിൽ വിസ്മയപ്പൂക്കൾ വിടർന്നു. ഇനി 7 ദിവസമല്ലേ നിങ്ങളുടെ മാരേജിന്? അവന്റെ ചോദ്യത്തിലൊരു നഷ്ടബോധമുണ്ടെന്ന് അവൾക്ക് തോന്നി. അതെ, എന്താ അങ്ങനെ ചോദിച്ചത്? എനിക്ക് അവനോട് അസൂയയാണ്, അന്നും ഇന്നും. അതും പറഞ്ഞ് മനീഷ് തിരികെ വീടിന് നേർക്ക് നടന്നു. ഹൃദയത്തിന് മീതെ കൊള്ളിയാൻ മിന്നിയതുപോലെ അനുപ്രിയയ്ക്ക് ഒരു പിടച്ചിൽ അനുഭവപ്പെട്ടു. ദൈവമേ, താൻ സംശയിച്ചത് സത്യമായിരുന്നോ? അവർ തിരിച്ച് ഊണുമുറിയിലെത്തിയപ്പോൾ രോഹിണി ടീച്ചറും ജയപ്രകാശും കൂടി ഊണിനുള്ള വിഭവങ്ങൾ നിരത്തുകയായിരുന്നു. ഊണ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ മനീഷ് ബാബു സ്വകാര്യമായി ചോദിച്ചു, ജയ, നിങ്ങൾ ഇതുവഴിയല്ലേ തിരിച്ചു വരുന്നത്? അതെ. എന്താ, വേറെ പ്ലാനൊന്നുമില്ലല്ലോ? പുള്ളിക്കാനത്തോ വാഗമണ്ണിലോ എവിടെയെങ്കിലും ഇന്ന് രാത്രി തമ്പടിക്കാൻ? പോടാ, ഞാൻ ആ ടൈപ്പല്ലെന്ന് നിനക്കറിയാലോ. അനുവിനെ രാത്രി 8 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ എത്തിക്കണം. തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒന്നുകൂടി കയറ്. ഞാൻ പോയാൽ പിന്നെ നിങ്ങളെ ഇനി എന്നാണ് കാണാൻ പറ്റുന്നേ? മനീഷ് ബാബു അനുപ്രിയയുടെ മിഴികളിൽ തന്റെ വല്ലായ്മ ഒളിപ്പിച്ചു. നോക്കട്ടെ. യാത്ര പറഞ്ഞ് അവർ പോകാനിറങ്ങിയപ്പോൾ ആകാശത്തേക്ക് നോക്കി. മനീഷ് ബാബു പറഞ്ഞു, ഇരുണ്ട് മൂടുന്നുണ്ട്. മഴ പെയ്താൽ നിങ്ങൾ 2 നനഞ്ഞു കുഴയും. ജയൻ ഒരു കാര്യം ചെയ്യ്, അനുവിനെ ഇവിടെ നിർത്തിയിട്ട് പോ. ഇനി പുള്ളിക്കാനം വരെയുള്ള റോഡ് കുത്തനെയുള്ള കയറ്റമാ, രോഹിണി ടീച്ചർ പറഞ്ഞു. അമ്മ പറഞ്ഞത് ശരിയാ ജയ, നീ ഫസ്റ്റ് ഗിയറിൽ തന്നെ പുള്ളിക്കാനം വരെ പോകേണ്ടി വരും. പുള്ളിങ് കിട്ടത്തില്ല. അവിടെ ചെല്ലുമ്പോഴേക്കും എൻജിൻ ചൂളേന്ന് എടുത്ത പോലെ ഇരിക്കും. നീ ഒറ്റയ്ക്ക് പോയാൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. മഴ പെയ്താലും സാരമില്ല, നീ മാത്രം നനഞ്ഞാൽ മതിയല്ലോ. ഈ പെണ്ണിനെ എന്തിനാ നനയ്ക്കുന്നേ? മനീഷ് ബാബു അമ്മയെ അനുകൂലിച്ചു പറഞ്ഞു. ജയപ്രകാശ് ആകാശത്തേക്ക് നോക്കി. ശരിയാണ്, കാർമേഘങ്ങൾ നിരന്നു കഴിഞ്ഞു. വെയിൽ ഒരിടത്തുമില്ല. വിദൂര ചക്രവാളത്തിൽ മിന്നൽ കാണാനുണ്ട്. എങ്ങനെയാണ്, നീ വരാൻ റെഡിയാണോ? ജയപ്രകാശ് അനുവിനെ നോക്കി. എങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാമല്ലേ? 5 മണിക്ക് മുമ്പ് തിരിച്ചു വരില്ലേ? ജയപ്രകാശിന് ഇനിയൊന്നും പറയാനില്ലാതായി. അതാ നല്ലത്, രോഹിണി ടീച്ചർ പറഞ്ഞു. ഇവളിവിടെ നിൽക്കട്ടെ, എനിക്കൊരു കൂട്ടായല്ലോ. നീ തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ ചായയും അവൾ നനച്ചതും ഉണ്ടാക്കി വയ്ക്കാം. എങ്കിൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ജയപ്രകാശ് സാഹചര്യത്തിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ യാത്രയായി.
പച്ച പെയിന്റ് അടിച്ച പൈപ്പുകൾ കൊണ്ടാണ് ടെറസിന് പാരപ്പറ്റുണ്ടാക്കിയിരിക്കുന്നത്. ടെറസ് വിശാലമാണ്. ഓടിക്കളിക്കാൻ പാകത്തിൽ തുറന്നു കിടക്കുന്നു. അനുപ്രിയയ്ക്ക് തുള്ളിച്ചാടി ഓടണമെന്ന് തോന്നി. അവൾ പാരപ്പറ്റിനടുത്തേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച മനോഹരമായിരുന്നു. ഒരു പർവ്വതത്തിന് മുകളിലെ സന്ദർശക ഗാലറിയിലാണ് താൻ നിൽക്കുന്നതെന്ന് അവൾക്ക് തോന്നി. മുതുകിൽ മഞ്ഞത്തൊപ്പി വെച്ച ഗിരിനിരകൾ, ഒരിടത്ത് ആകാശത്ത് നിന്ന് സ്പോട്ട്ലൈറ്റ് വെച്ച പോലെ മേഘങ്ങൾക്കിടയിലൂടെ നിന്ന് വെയിലിന്റെ ഇളംമഞ്ഞ തിരശീല അഗാധ സമതലത്തിലേക്ക് ഊർന്നു വീണ് കിടക്കുന്നു. മറ്റൊരിടത്ത് നിരയത്ത കാർമേഘങ്ങളിൽ നിന്ന് ഒരു മഴത്തിരശീല പെയ്തു വരുന്നു. അത് നാടുകാണിമല. മനീഷ് ബാബു ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. താഴെ മലയടി വരത്ത് കുറച്ച് വെളുത്ത തീപ്പെട്ടിക്കൊടികൾ കാണുന്നില്ലേ? അത് മൂലമറ്റം പവർ ഹൗസിന്റെ പുറത്തുള്ള ഭാഗങ്ങളും മൂലമറ്റം ടൗൺഷിപ്പും. വെട്ടിത്തിളങ്ങുന്ന ആ സിൽവർ റിബൺ കണ്ടോ? മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് വിടുന്ന വെള്ളം ഒരു പുഴയായി രൂപാന്തരം പ്രാപിച്ചതാണത്. അങ്ങേയറ്റത്ത് തടാകം പോലെ കാണുന്നത് മലങ്കര ഡാം. അങ്ങ് താഴെ നീണ്ടു പരന്നു കിടക്കുന്ന സമതലം. കാഞ്ഞാർ, മലങ്കര, മുട്ടം, തൊടുപുഴ തുടങ്ങിയ സ്ഥലങ്ങൾ. അക്കരെ കുടയത്തൂർ മലനിരകൾ, ഇക്കലെ ഇലവീഴ, പൂഞ്ചിറ. ഹായ്, എന്ത് ബ്യൂട്ടിഫുള്ളാ ഇവിടെ നിന്ന് കാണാൻ. നമ്മൾ നിൽക്കുന്നത് എവിടെയാ മനുവേട്ട? സ്വർഗത്തിൽ, അവൻ പറഞ്ഞു. അനുപ്രിയ പതിയെ മുഖം തിരിച്ച് അവനെ നോക്കി. ശരിയാ, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. മഴ നമ്മളെ വളഞ്ഞു പിടിക്കുന്നത് കണ്ടോ? അനുപ്രിയ നോക്കിയപ്പോൾ മഴത്തീരശീലകൾക്ക് വിസ്താരമേറി വരുന്നതായി കണ്ടു. ഇപ്പോൾ സ്പോട്ട്ലൈറ്റ് പോലത്തെ വെയില് കാണാനില്ല. തൊടുപുഴയാറുന്ന വെള്ളിനാട് കാണാനില്ല. മലങ്കരയിലെ ജലാശയവും അപ്രത്യക്ഷം. 3 വശവും മഴ മാത്രം. ജയൻ നനയും, ഉറപ്പാ, മനീഷ് ബാബു പറഞ്ഞു. 1-2 മഴത്തുള്ളികൾ ടെറസിൽ വീണു തുടങ്ങി. നനയണ്ട, വാ. മനീഷ് അവരുടെ കൈ പിടിച്ചുകൊണ്ട് സൺഷെയ്ഡിന് കീഴിൽ അഭയം തേടി. അനേകായിരം ചാട്ടവാറുകൾ ഒന്നിച്ചു വീശിയതുപോലെ മഴ വന്ന് ആ അന്തരീക്ഷത്തെ ആക്രമിച്ചു കഴിഞ്ഞു. മഴ നനയാൻ എനിക്ക് വലിയ ഇഷ്ടമാ, അനുപ്രിയ മഴയുടെ തണുപ്പ് ആസ്വദിച്ച് ചിരിച്ചും കൊണ്ട് പറഞ്ഞു. അവളുടെ കൈത്തലത്തിൽ നിന്ന് അവൻ പിടിവിട്ടിരുന്നില്ല. അവളുടെയും തന്റെയും കൈകളുടെ നിറവ്യത്യാസം മനീഷ് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. എന്തൊരു വെളുപ്പാണ് നിന്റെ കൈയിന്, മഞ്ഞ് പോലെ. എത്ര സോഫ്റ്റാ. എന്റെ കൈ നോക്ക്. ഞാൻ വെളുത്തതാണെന്ന് ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഈ നിറമാണിഷ്ടം. കുറെ വെളുത്തിരുന്നിട്ട് എന്തിനാ? അനുപ്രിയ അവന്റെ കൈത്തണ്ടയിലൂടെ ഒന്ന് തലോടി. അവൾ വീണ മീട്ടിയതുപോലെ അവന് തോന്നി. ഒരിടിമിന്നലിൽ അവരുടെ കണ്ണഞ്ചി, കാതടുപ്പിക്കുന്ന ഒരിടിനാദം. മനീഷ് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് മുറിയിലേക്ക് ഓടിക്കയറി. അതിനുള്ളിലെ ലൈറ്റിട്ടു. അനുപ്രിയ മൂക്ക് വിടർത്തി. അവൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മണം. കുലീനവും പ്രൗഢവും പുരാതനവുമായ മണം. വിവിധങ്ങളായ വൃക്ഷകാതലുകളുടെ ഗന്ധമാണത്. ഈട്ടിയും തേക്കും മാഞ്ഞിലയും വിവിധ ഗൃഹോപകരണങ്ങളായി രൂപാന്തരപ്പെട്ട് അവയിൽ വുഡ് പോളിഷും കാലപ്പഴക്കും മൺമറഞ്ഞു പോയവരുടെ സ്നേഹമുള്ള ആത്മാക്കളും കൂടി ഇഴുകിച്ചേർന്ന ഗന്ധം. ഇതാണെന്റെ മുറി. ഈ ചാരുകസേല മുത്തച്ഛൻ്റെയാ, എനിക്ക് തന്നിട്ട് പോയി. ഈ പുസ്തക അലമാരയും മുത്തച്ഛന്റെ സംഭാവനയാ, മനീഷ് അവൾക്ക് പരിചയപ്പെടുത്തി. ഡ്രസ്സിംഗ് ടേബിളും തടിയലമാരയും എഴുത്തുമേശയും മരക്കസേരകളുമെല്ലാം വിലപിടിപ്പുള്ളതും കാലപ്പഴക്കമേറിയതുമാണെന്ന് അവൻ പറഞ്ഞു. അവൻ വെള്ളവിരികളുള്ള ജനാല തുറന്നപ്പോൾ വേനലിൽ വെന്തുകിടന്ന മണ്ണ് നനഞ്ഞു കുതിർന്ന ഗന്ധമൂറിയെത്തി. ആദ്യത്തെ മഴ 10 മിനിറ്റ് കൊണ്ട് പെയ്തു പിൻവാങ്ങി. തീർന്നിട്ടില്ല, ആകാശത്തേക്ക് കണ്ണയച്ച് മനീഷ് പറഞ്ഞു. അവൻ വീണ്ടും വരും. വേലിൽ ചുട്ടു പഴുത്തു കിടന്നിരുന്ന ടെറസിൽ നിന്ന് നീരാവി പൊന്തുന്നുണ്ടായിരുന്നു. അനുപ്രിയ ടെറസിലേക്ക് ഇറങ്ങിച്ചെന്നു. എല്ലായിടത്തും മൂടൽമഞ്ഞ്. 50 അടി ദൂരെ ഒന്നും കാണാനില്ല. മഞ്ഞുപടലങ്ങൾ നിരനിരയായി അതിവേഗം ഒഴുകി നടക്കുന്നു. ചില വികൃതികൾ കൂട്ടം പിരിഞ്ഞ് കുതറിയോടുന്നു. തലയ്ക്ക് മുകളിൽ ഏറെ ഉയരത്തിലുള്ളവ സാവധാനമാണ് സഞ്ചരിക്കുന്നത്. ഗിരിനിരകളോ ആകാശമോ താഴ്വരയോ വിദൂര ചക്രവാളമോ ഒന്നും കാണാനില്ല. എന്തൊരതിശയം! അവൾ തണുത്ത കൈത്തലങ്ങൾ മാത്രം കവിളത്ത് ചേർത്തിരുന്നു. മുഖം തിരിച്ചപ്പോൾ മനീഷ് ഇമയനക്കാതെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ ആശ്ചര്യപ്പെട്ടു. മേഘ്ന ഇപ്പോൾ എവിടെയാ മനുവേട്ട? ചോദ്യം കടന്നുപോയി കഴിഞ്ഞ് ഏതാനും സെക്കൻഡുകൾക്ക് ശേഷമാണ് അവൻ അതിനെ തിരിച്ചു പിടിച്ചത്. മേഘ്ന അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടെന്നോ? നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനുമില്ലേ? എന്തൊരടുപ്പമായിരുന്നു! എങ്ങനെ അകന്നുപോയി? ഇല്ലാനു, അടുപ്പം വെറും ഒരു അഭിനയം മാത്രമായിരുന്നു.
അതുകൊണ്ട് ഒരു വേദനയുമില്ലാതെ ഞങ്ങൾക്ക് പിരിയാൻ കഴിഞ്ഞു. അഭിനയമോ? എന്തിനഭിനയിച്ചു? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മഹാരാജാസിലെ പഠന കാലഘട്ടവും ക്യാമ്പസും ലൈബ്രറിയും ചിക്കൻ കോർണറും സിനിമാ തിയേറ്ററുകളും സുഭാഷ് പാർക്കും മറൈൻ ഡ്രൈവും ബോൾഗാട്ടി പാലസും ദർബാർ ഹാളും പോറ്റി ഹോട്ടലും ഐസ്ക്രീം പാർലറും BTHലെ കഫറ്റീരിയയും സ്റ്റേഡിയത്തിനരികിലെ കരിക്കിൻ കുലകളുമെല്ലാം അവളുടെ ഓർമ്മയുടെ വിശാലതയിലേക്ക് വന്നു. തങ്ങളുടെ 4 സംഘത്തെ അവൾ എല്ലായിടത്തും കണ്ടു. താനും ജയനും മനുവേട്ടനും മേഘ്നയും. എനിക്ക് മേഘ്നയെ പരിചയപ്പെടുത്തി തന്നത് ജയനാണെന്നറിയാമല്ലോ നിനക്ക്. അത് അവന്റെ നിർബന്ധമായിരുന്നു. അവനൊരു പ്രണയ ജോഡിയുള്ളതുകൊണ്ട് എനിക്കും അങ്ങനെ വേണമെന്ന് അവൻ തന്നെ നിശ്ചയിച്ചു. ഞങ്ങൾ സഹമുറിയന്മാരായിരുന്നല്ലോ. എന്റെ ശൂന്യത നികത്താൻ വേണ്ടി അവൻ മേഘ്നയെ എനിക്കൊപ്പം നിർത്തിയെന്നേയുള്ളൂ. പിന്നെ അന്നത്തെ പ്രണയത്തിൽ മെച്യൂരിറ്റി ഇല്ലല്ലോ. മറ്റു ചിലത് മറക്കാനും വേണ്ടി ഞാനും പ്രണയം നടിച്ചു. അതൊരു വാശി മാത്രമായിരുന്നു. പകരത്തിന് പകരം കാട്ടിക്കൊടുക്കാൻ ഒരാൾ എനിക്കുമുണ്ട് എന്നൊരു വാശി. ആരോടായിരുന്നു വാശി? അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തന്റെ ഹൃദയം ഇടിക്കുന്നത് ഇരട്ടി വേഗത്തിലാണെന്ന് അനുപ്രിയയ്ക്ക് തോന്നി. ഈശ്വര, താൻ സംശയിച്ചത് ശരിയായിരുന്നോ? എന്നോട് പറഞ്ഞുകൂടെ? 3 വർഷക്കാലം നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നീടും വിളിക്കുകയും കാണുകയും ഗ്രീറ്റിംഗ്സ് അയക്കുകയും ചെയ്തു. ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അത് വിട്ടുകള, പോട്ടെ. മനീഷ് തന്റെ നഷ്ടബോധം ഒരു വിഷാദ ചിരിയിൽ ഒളിപ്പിച്ചു. മനുവേട്ടന് മറ്റാരോടെങ്കിലും സ്നേഹമുണ്ടായിരുന്നോ? അവൾ തീച്ചൂടേറ്റ് ഉരുകാൻ തുടങ്ങിയ മെഴുകു പ്രതിമ പോലെ അവന്റെ മുന്നിൽ നിന്നു. മനീഷിന് അവളുടെ മുഖത്തേക്ക് നോക്കാൻ അധൈര്യമായി. താക്കോൽ അവൾ കൈവശപ്പെടുത്തി കഴിഞ്ഞു. ഇനി രഹസ്യപ്പൊട്ട് തുറക്കുകയേ വേണ്ടൂ. ഒരു നുണ പറഞ്ഞു പിടിച്ചു നിൽക്കാവുന്നതേയുള്ളൂ. ശരിയാണ്. അവന്റെ നാവിൽ നിന്ന് ആ പദം വീണുപോയി. അതിന് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എന്ന വേവലാതിയോടെ അവൻ അനുപ്രിയയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവന് ഇനിയും പറയണമെന്നുണ്ടായിരുന്നു. അത് നീയായിരുന്നു. നിന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ എല്ലായിടത്തും വന്നുകൊണ്ടിരുന്നത്. നിന്റെ കണ്ണിലെ നീലക്കയങ്ങളിൽ മുങ്ങിത്താഴാൻ, നിന്റെ മൗനങ്ങൾക്ക് കൂട്ടിരിക്കാൻ, നിന്റെ ചിരിയുടെ അഴകിൽ സ്വയം മറക്കാൻ, നിന്റെ മൂളിപ്പാട്ടിന്റെ ഇണത്തോട് ചേർന്ന് എനിക്കും ഒരു ഇളം മൂളാൻ. അതൊന്നും അവൻ പറഞ്ഞില്ല. മൂടൽ മഞ്ഞിനിടയിൽ നിന്ന് വീണ്ടും മഴത്തുള്ളികൾ വീണു തുടങ്ങി. ഇത്തവണ ചാറ്റൽ മഴയാണ്. വാ, നനയും. മനീഷ് കൈനീട്ടി. അവൾ മുഖം തിരിച്ച് അവന്റെ നേർക്കു നോക്കി. മുറുകെ പിടിച്ച വിരലുകൾ ഊർന്നൂർന്ന് മരണക്കയത്തിലേക്ക് വീണു പോകുന്നവളുടെ നോട്ടം. മനീഷ് അവളുടെ കൈ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ കുതറി. വേണ്ട. ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരുന്നു. രോഹിണി ടീച്ചർ വന്നു നോക്കുമ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് അനുപ്രിയ. മഞ്ഞിൽ മുങ്ങി മഴ നനഞ്ഞൊരു പ്രതിമ പോലെ. മനീഷ് സൺഷെഡിന് കീഴേ വന്ന് അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട്. അയ്യോ, ആ കുട്ടി എന്തിനാ മഴ നനയുന്നേ? അവൾക്ക് വലിയ ഇഷ്ടമാണത്രേ മഴ നനയാൻ. തിരിച്ചു പോകേണ്ടതല്ലേ? ആ ഡ്രസ്സെല്ലാം നനഞ്ഞു പോവില്ലേ? സാരമില്ല, ബൈക്കിലിരുന്ന് കാറ്റടിച്ച് ഉണങ്ങിക്കോളും. പിണങ്ങി നിൽക്കുവാണോടാ? അല്ലെന്നേ, അമ്മ തെറ്റിദ്ധരിക്കല്ലേ. ഒരു കുടയെടുത്ത് നിവർത്തിക്കൊണ്ട് രോഹിണി ടീച്ചർ അനുപ്രിയയുടെ അടുത്തേക്ക് നടന്നു. അമ്മ അനുപ്രിയയെ ശാസിക്കുന്നതും കുടക്കീഴിൽ നിർത്തി കൂട്ടിക്കൊണ്ടുവരുന്നതും മനീഷ് കണ്ടു. രോഹിണി ടീച്ചർ അവളെയും കൂട്ടി താഴേക്ക് പോയി. മഴയിൽ കുതിർന്ന അഴകിന്റെ ആ രൂപഭദ്രത അപ്പോഴും മഴവിലൊടുത്ത് അവന്റെ മനസ്സിൽ തങ്ങി നിന്നു. കുറെ കഴിഞ്ഞിട്ടും ആരെയും കാണാഞ്ഞ് മനീഷ് താഴേക്കിറങ്ങി ചെന്നു. മുടിയിൽ ടവൽ ചുറ്റിക്കൊണ്ട് അനുപ്രിയ ഹാളിലേക്ക് വന്നപ്പോൾ മനീഷ് അവളുടെ വേഷം ശ്രദ്ധിച്ചു. സെറ്റുമുണ്ടും ധാവണിയും, വീതിയുള്ള പുളിയിലക്കര. അമ്മ തന്നതാ. കുളി കഴിഞ്ഞ് മാറിയെടുക്കാൻ. എന്നോടിത് കൊണ്ടുപൊയ്ക്കോളാനും പറഞ്ഞു. മനീഷ് കണ്ണുമയ്ക്കാതെ അവളെ നോക്കി. ചുരിദാറിൽ നിന്ന് സെറ്റുമുണ്ടിലേക്ക് മാറിയപ്പോൾ എന്തൊരു കുലീനമായ ഗ്രാമഭംഗി. രോഹിണി ടീച്ചർ ചായ കൊണ്ടുവന്നു ടീപ്പോയിന്മേൽ വെച്ചു. ഇവളെ ഈ വേഷത്തിൽ കാണാൻ നല്ല രസമില്ലേ? രോഹിണി ടീച്ചർ മനുവിനോട് ചോദിച്ചു. അവൻ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അവർ ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചു. ജയന്റെ കാര്യം കഷ്ടമാണല്ലോ മനുവേട്ട. എങ്ങനെ തിരിച്ചു പോകും? ഇപ്പോ തന്നെ മണി 5:30. 8 മണിക്ക് എനിക്ക് ഹോസ്റ്റലിലെത്താൻ പറ്റുമോ? പുറത്ത് ചാറ്റൽ മഴ നിലച്ചിട്ടില്ല. അതിന് നടപ്പില്ല, മനീഷ് പറഞ്ഞു. ഷോ, പിന്നെന്തു ചെയ്യും? എന്തായാലും അവൻ വരട്ടെ. ഈ മഞ്ഞത്തും മഴയത്തും എങ്ങനെ ബൈക്കോടിച്ച് വരും? അതും പുള്ളിക്കാനത്തെന്ന് രോഹിണി ടീച്ചർ ആശങ്കപ്പെട്ടു. 6 മണി കഴിഞ്ഞപ്പോൾ മൊബൈൽ ഫോണുമായി അനുപ്രിയ മനീഷിന്റെ അടുത്തെത്തി. ജയന, അങ്കിളിന്റെ വീട്ടിന്നാ. വരാൻ ഒരു നിവൃത്തിയും കാണുന്നില്ലത്രേ.
മഴയും കോടമഞ്ഞും. മനീഷ് ഫോൺ വാങ്ങി ജയപ്രകാശുമായി സംസാരിച്ചു. എടാ, അങ്കിൾ പോകാൻ സമ്മതിക്കുന്നില്ല. ഒന്നാമത് മഴ, പിന്നെ മഞ്ഞും. നീ പോരണ്ട, രാവിലെ പോന്നാ മതി. അനുവിനെ ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. അവൾ ഇവിടെ സേഫാണ്. വല്ല നിവൃത്തിയുമുണ്ടെങ്കിൽ ഞാൻ വരും. എടാ, നിനക്കറിയാഞ്ഞിട്ടാ, കുത്തിറക്കമാ. റോഡിന്റെ ഇരുവശത്തും ഭയങ്കര കൊക്കകളാണ്. കോടമഞ്ഞിറങ്ങിയാൽ 4 വീലർ പോലും ആരും അതുവഴി ഓടിക്കാറില്ല. 14 കിലോമീറ്ററും ഹെയർപിൻ വളവുകളും കൊക്കയും കുത്തിറക്കവുമുള്ള അപകടം പിടിച്ച വഴിയാ. അവളുടെ ഹോസ്റ്റലിൽ എന്തു പറയും? നീ അമ്മയുടെ കയ്യിലൊന്ന് കൊടുക്ക്. അമ്മ വിളിച്ചാൽ മതി ഹോസ്റ്റലിലേക്ക്. ക്ലോസ് റിലേറ്റീവ് ആണെന്ന് പറയണം. രോഹിണി ടീച്ചർക്ക് ഫോൺ കൈമാറിയിട്ട് മനീഷ് അനുവിനെ നോക്കി. അവളുടെ മുഖത്ത് വേവലാതിയൊന്നുമില്ല. ഇന്ന് മടക്കയാത്രയുണ്ടാവില്ലെന്ന് ഉറപ്പിച്ച പോലെ. രോഹിണി ടീച്ചർ സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ അനുപ്രിയയ്ക്ക് തിരിച്ചു കൊടുത്തു. അവൾ ജയനോട് സംസാരിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് നടന്നുപോയി. അവളുടെ ഹോസ്റ്റലിലേക്ക് വിളിക്കണം. ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുന്നതല്ലേ നല്ലത്. രോഹിണി ടീച്ചർ ടെലിഫോൺ സ്റ്റാൻഡിനടുത്തേക്ക് പോയി. അമ്മ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് മനീഷ് സെറ്റിലിരുന്നു. അനുപ്രിയ സിറ്റ് ഔട്ടിൽ നിന്ന് തിരിച്ചു വന്നു. ഞാൻ വിഷമിക്കുമല്ലോ എന്നോർത്ത ജയന്റെ ടെൻഷൻ. ഞാൻ പറഞ്ഞു എന്നെ ഓർത്ത് ഒരു വിഷമവും വേണ്ടെന്ന്. ഇപ്പം സമാധാനമായി. ടീച്ചർ ഫോൺ ചെയ്തു കഴിഞ്ഞു വന്ന് അനുപ്രിയയെ ആശ്വസിപ്പിച്ചു. ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹോ, രക്ഷപ്പെട്ടു. അനുപ്രിയ ദീർഘനിശ്വാസം ഉതിർത്തു. രോഹിണി ടീച്ചർ അനു കൊടുത്ത വെഡ്ഡിംഗ് കാർഡ് എടുത്തുകൊണ്ടുവന്ന് മകനെ കാണിച്ചു. അവൻ അത് മറിച്ചു നോക്കി. 4-5 പേജുകളുള്ള ഒരു ബുക്ക്ലെറ്റ് ആണ്. വെള്ളി ഫ്രെയിമുകൾക്കുള്ളിൽ സുവർണാക്ഷരങ്ങൾ. ജയപ്രകാശ് വേർഡ്സ് വിത്ത് അനുപ്രിയ. നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെയൊരു വെറൈറ്റി കാർഡ് കാണാൻ? രോഹിണി ടീച്ചർ അഭിപ്രായം പറഞ്ഞു. വിവാഹക്ഷണ പത്രികയിൽ നിന്ന് മനീഷ് കണ്ടെടുത്തത് അനുവിന്റെ മുഖത്തേക്കായിരുന്നു. അവൾ തന്റെ മുഖഭാവങ്ങൾ പഠിക്കുകയാണെന്ന് അവന് തോന്നി. കൊള്ളാം, നന്നായിട്ടുണ്ട്. അവൻ തലയാട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു. 8:30 മണിക്ക് അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ അനുപ്രിയയ്ക്ക് വീണ്ടും ജയന്റെ കോൾ വന്നു. ഞങ്ങളിവിടെ അത്താഴം കഴിക്കുക, ഒരു കുഴപ്പവുമില്ല, ഹാപ്പിയാണ്. ശരി, ഉറങ്ങാൻ നേരം വിളിക്കാം. ഫോൺ വെച്ചിട്ട് അനുപ്രിയ രോഹിണി ടീച്ചറെ നോക്കി ചിരിച്ചു. എന്നെ വഴിയിലെവിടെയോ ഇട്ടിട്ട് പോയൊരു ഫീലിംഗാ ജയന്. ശരിയല്ലേ ഒരു കണക്കിന്, രോഹിണി ടീച്ചറും പറഞ്ഞു. സദേൺ റെയിൽവേയിൽ കോയമ്പത്തൂരിൽ ജോലി ചെയ്യുന്ന മനീഷിന്റെ അച്ഛനെക്കുറിച്ചും കല്യാണം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം കുവൈറ്റിലേക്ക് പോയ ചേച്ചിയെക്കുറിച്ചും അവരുടെ കുഞ്ഞിനെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് അവർ അത്താഴമേശയിൽ 9 മണിവരെ ഇരുന്നു. അത്താഴം കഴിഞ്ഞ് അടുക്കള ഒതുക്കാൻ രോഹിണി ടീച്ചറെ സഹായിച്ച ശേഷം അനുപ്രിയ മനീഷിന്റെ മുറിയിൽ വന്നു. പഴയ കോളേജ് വിശേഷങ്ങൾ, കൂട്ടുകാർ, പുതിയ അവസ്ഥകൾ ഇവയെല്ലാം പറ്റി അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അനുവിന് കിടക്കണ്ടേ? രോഹിണി ടീച്ചർ മുകളിലേക്ക് വന്ന് ചോദിച്ചു. അമ്മ കിടന്നോളൂ, ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കും. കുറേ കാലം കൂടി കാണുന്നതല്ലേ, മനീഷ് പറഞ്ഞു. അനു ഗസ്റ്റ് റൂമിൽ കിടക്കട്ടെ അല്ലേ? ഞാൻ അവിടെ വിരിക്കാം. വേണ്ടമ്മേ, ഇനി ആ മുറി തുറന്ന് പൂപ്പലൊക്കെ തട്ടിക്കൊടയണ്ടേ? ഇവൾ എൻ്റെ റൂമിൽ കിടക്കട്ടെ, ഞാൻ ആ ലോബിയിലെ ഡിവോണിൽ ചുരുണ്ടുകൂടും. ഒരുപാട് ഉറക്കളയ്ക്കണ്ട. അനുവിന് രാവിലെ കോട്ടയത്ത് ചെന്നിട്ട് ക്ലാസ് കയറി പഠിപ്പിക്കേണ്ടതല്ലേ? അത്രയും പറഞ്ഞ് നല്ല രാത്രി ആശംസിച്ച് രോഹിണി ടീച്ചർ താഴേക്കിറങ്ങിപ്പോയി. അനുപ്രിയയും മനീഷും വീണ്ടും സംഭാഷണങ്ങളിൽ മുഴുകി. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ പുതിയ ഫാക്കൽറ്റിയെക്കുറിച്ച് പറയുകയായിരുന്നു മനീഷ്. ബാബു സെബാസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. ഇപ്പോൾ വലിയ സൗകര്യങ്ങളായി. അനുപ്രിയയ്ക്ക് വീണ്ടും ജയപ്രകാശിന്റെ ഫോൺ വന്നു. കിടന്നില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വിളി. ഞങ്ങൾ ചുമ്മാ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഉടനെ കിടക്കാൻ പോവുക. കിടന്നോളോ? ആ, ഇപ്പം തന്നെ. കോള് കട്ട് ചെയ്തിട്ട് അനു മനീഷിനെ നോക്കി ജാള്യതയോടെ. അവന് ചെറിയൊരു അസൂയ അല്ലേ? മനീഷ് ചോദിച്ചു. എങ്ങനെ മനസ്സിലായി? എനിക്കറിയാം, ഞാനിത് വർഷങ്ങളോളം അനുഭവിച്ചവനാ. ഇപ്പോഴും. എന്തനുഭവിച്ചു? ഈ അസൂയ. ഞാൻ ഹൃദയത്തിലെടുത്ത് വെച്ച് ലാളിക്കുന്ന പെണ്ണ് മറ്റൊരാളെയാണ് സ്നേഹിക്കുന്നതെന്ന് ഓർക്കുമ്പോഴുള്ള വേദന. ഹൃദയത്തിന് ചുറ്റും ആരോ തീയിട്ടതുപോലെ. എന്നിട്ടും അവളെ സ്നേഹിക്കാതിരിക്കാൻ വയ്യ, കാണാതിരിക്കാൻ വയ്യ. 3 വർഷം. പിന്നെ കാടിന് തീപിടിച്ച് കത്തി അമർന്ന പോലെ ഒരു ശൂന്യത. അനുപ്രിയ പഞ്ചേന്ദ്രിയങ്ങളും അടക്കി ഹൃദയമിടിപ്പും ശ്വാസതളവും നിർത്തി അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. നീ കിടന്നോ, അവൻ ഇനിയും വിളിക്കും. മനീഷ് അവന്റെ കിടക്ക തട്ടിക്കുടഞ്ഞു. ബെഡ്ഷീറ്റും പില്ലോ കവറുകളും മാറ്റാൻ ഭാവിച്ചപ്പോൾ അനുപ്രിയ തടഞ്ഞു. വേണ്ട, ഇതു മതി. ഞാൻ വേറെ വിരിക്കാം. ഇതിലൊക്കെ എന്റെ വിയർപ്പ് മണമുണ്ടാവും. എനിക്കിതു മതി. അനുപ്രിയ അവന്റെ കൈ പിടിച്ചു തടഞ്ഞു.
അവൻ അത് മാറ്റാതിരിക്കാനായി അവൾ കിടക്കയിലേക്കിരുന്നു. ഞാൻ പോയി പുതപ്പെടുത്തോണ്ട് വരാം. വേണ്ട മനുവേട്ട, എനിക്കിത് മതി. അവൾ അവന്റെ പുതപ്പെടുത്തു. അതെനിക്ക് വേണം. നിനക്ക് ഞാൻ വേറെ തരാം. ലിനൻ ബ്ലാങ്കറ്റ് ഉണ്ട്. ആ പുതപ്പ് അവൻ പിടിച്ചെടുക്കാതിരിക്കാൻ അവൾ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു കിടന്നു. അഴകിന്റെ ദേവത പോലെ അവൾ തന്റെ കിടക്കയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കണ്ട് മനീഷ് നെടുവീർപ്പോടെ പറഞ്ഞു, ഇതും എന്റെ സ്വപ്നമായിരുന്നു. ഒടുവിലത് ഇങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്. അവൻ സ്വയം പഴിക്കുന്നത് പോലെ ചിരിച്ചു. ശരി, ഗുഡ് നൈറ്റ്. അവൻ പോകാൻ തിരിഞ്ഞപ്പോൾ അനുപ്രിയ അവന്റെ വിരലുകളിൽ പിടിച്ചു. അവൻ മുഖം തിരിച്ചു നോക്കി. മനുവേട്ട, കാതരമായ വിളിയച്ച. എന്താ? സത്യം പറ, അത് ഞാനായിരുന്നോ? അവന്റെ വിരലുകളിൽ നിന്ന് ഒരു വിര പടർന്ന് അവളുടെ വിരലുകളിലേക്ക് കയറി. മനീഷ് കൈകുടഞ്ഞു വിടിവിച്ചു. പെട്ടെന്ന് തന്നെ മുറിവിട്ടിറങ്ങി. അനുപ്രിയ അവൻ പോയ വാതിലിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കിടന്നു. ചുവരിനപ്പുറത്ത് അവനുണ്ടെന്നും അവന്റെ ഹൃദയം തപിക്കുന്നുണ്ടെന്നും അവൾക്കറിയാം. നിമിഷങ്ങൾക്ക് ഇത്രയേറെ ഭാരമുണ്ടോ? ഇത്രയേറെ ദൈർഘ്യമുണ്ടോ? വീണ്ടും നിഴൽ പോലെ അവന്റെ രൂപം വാതിൽക്കൽ പ്രത്യക്ഷമായി. തന്റെ നേർക്ക് നോക്കി നിൽക്കുകയാണ്. അവന്റെ മനസ്സിലൊരു ഉഗ്രസംഘർഷം നടക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൻ മുറിയിലേക്ക് വരുന്നത് കണ്ട് ആശ്വാസവും ഒപ്പം ഒരു തളർച്ചയും അവളെ ബാധിച്ചു. അവൻ കിടക്കിക്കരികെ മുട്ടുകുത്തി അവളുടെ കവിളത്തേക്ക് കൈത്തലം ചേർത്തു. അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി മുഖം കുനിച്ച് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഐ മിസ് യു. അവൻ അടക്കിപ്പിടിച്ച കാറ്റ് ചോർന്നു വരും പോലെ മന്ത്രിച്ചു. എന്നോട് പറഞ്ഞില്ലല്ലോ ഒരിക്കൽ പോലും. അവൾ തേങ്ങി. അവളുടെ മിഴികൾക്കു മീതെ ചിത്രശലഭ ചിറക് പോലെ അവന്റെ ചുണ്ടുകൾ പതിച്ചു. എനിക്കൊരു സൂചന പോലും തന്നില്ലല്ലോ. അവൾ അവന്റെ മുഖം പിടിച്ചുയർത്തി. റിയലി ഐ മിസ് യു അനു. അവൻ വിവശനായി. അവൻ ഒരാശ്രയം തേടുന്നത് പോലെ അവളുടെ കവിളത്തേക്ക് കവിളണച്ചു. അവന്റെ ഉച്ഛ്വാസത്തിന്റെ ചുടുകാറ്റും ചുണ്ടുകളിലെ പൊള്ളലും മുഖത്തു നിന്ന് കഴുത്തിലൂടെ മാറിലൂടെ ഊർന്നു പോകവേ അവളുടെ നെഞ്ചിൽ ആകാശത്തൊടി മുഴങ്ങി. വയറിനു മീതെ ചൂടുള്ള നനവ് തട്ടിയപ്പോൾ അവൾ പിടഞ്ഞുയർന്ന് അവന്റെ മുഖം പിടിച്ചെടുത്ത് കണ്ണിലേക്ക് നോക്കി. കവിളത്ത് ഒരു ചാൽ നനവിന്റെ തിളക്കം. മനുവേട്ട, അവൾ വിളിച്ചു. അവൻ അവളെ ഉറുകെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലും കണ്ണിലും ചുണ്ടിലുമെല്ലാം അമർത്തി അമർത്തി ഉമ്മ വെച്ചു. മനുവേട്ട, ഇത് തെറ്റല്ലേ? ദുർബലമായി കുതറിക്കൊണ്ട് അനുപ്രിയ കെഞ്ചി. ചില തെറ്റുകൾ സ്നേഹത്തിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി പോവും. വീണ്ടും അവൻ അവളെ ഗാഢമായി ആശ്ലേഷിച്ചു. അവന്റെ ചുണ്ടിൽ പരന്ന തേൻകണം പോലെ, പൂമതം പോലെ, പരാഗരേണു പോലെ അലിഞ്ഞലിഞ്ഞ് താൻ ഇല്ലാതാവുകയാണെന്ന് അവൾ അറിഞ്ഞു. അവന്റെ പിൻകഴുത്തിൽ അവന്റെ നീണ്ടു ലോലമായ മുടിയൊഴുക്കിൽ അവളുടെ വിറപറന്ന വിരലുകൾ മുറുകി. 3 വർഷങ്ങൾക്ക് ശേഷം മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ, ഗോവ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് എറണാകുളത്തേക്കുള്ള മരുതസാഗർ എക്സ്പ്രസ് ട്രെയിൻ യാത്ര തുടരാനൊരുങ്ങുകയാണ്. അവസാന നിമിഷം കമ്പിയിൽ പിടിച്ച് തൂങ്ങിക്കയറുന്നതിന്റെ ത്രില്ല് അനുഭവിക്കാനുള്ളവർ ട്രെയിൻ ചലിച്ചു തുടങ്ങുന്നതും കാത്ത് വാതിലിനോട് ചേർന്ന് പ്ലാറ്റ്ഫോമിൽ നിൽപ്പുണ്ട്. ട്രെയിനിന്റെ ജനാലകളുടെ സമീപത്തെല്ലാം യാത്ര അയക്കാൻ വന്നവർ നിൽക്കുന്നു. 2 കന്യാസ്ത്രീകളുടെ അകമ്പടിയോടെ ഒരു യുവതി ട്രോളി ബാഗും വലിച്ചുകൊണ്ട് പുറത്തുനിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. കന്യാസ്ത്രീകൾ അങ്ങിങ്ങ നടന്ന് കോച്ച് നമ്പർ നോക്കി. ഒടുവിൽ അന്വേഷിച്ച ബോഗി കണ്ടെത്തി. യുവതി ഉടൻ റിസർവേഷൻ ചാർട്ട് നോക്കി അതിൽ തന്റെ പേര് കണ്ടെത്തി. അവൾ കന്യാസ്ത്രീകളോട് യാത്ര പറഞ്ഞു. ടിക്കറ്റ് കയ്യിലെടുത്ത് ട്രോളി ബാഗും വലിച്ചുകൊണ്ട് ബർത്ത് നമ്പർ നോക്കി അവൾ AC കോച്ചിന്റെ പാസേജിലൂടെ നടന്നു. തന്റെ ബർത്ത് കണ്ടെത്തി സീറ്റിനിടയിലേക്ക് ട്രോളി ബാഗ് തള്ളിവെച്ചു. ഹാൻഡ് ബാഗ് സീറ്റിലേക്കിട്ട ശേഷം ജനാലയ്ക്കരികെയിരുന്നു. നേരെ എതിർവശത്തുള്ള സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിലും അതിൽ ആളുണ്ടെന്നതിന്റെ അടയാളമായി ഒരു ന്യൂസ് പേപ്പറും മൊബൈൽ ചാർജറും ഹെഡ്ഫോണും വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് നോക്കിയിരിക്കെ ജീൻസും ഷീറ്റട്ടും ധരിച്ച കണ്ണട വെച്ചൊരു യുവാവ് ഒരു കുപ്പി മിനറൽ വാട്ടർ കുടിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ കൂടി നടക്കുന്നത് കണ്ട് അവൾ അത്ഭുത സ്തബ്ധയായി. മനീഷ്, അവൾ ശബ്ദമില്ലാതെ മന്ത്രിച്ചു. അവനെ വിളിക്കാൻ വേണ്ടി അവൾ ജനാലയിലൂടെ പുറത്തേക്ക് കൈനീട്ടി. മനുവേട്ട, മനീഷ്. ഒരു പെണ്ണിന്റെ ഒച്ച ഉയർന്നത് കേട്ട് സഹയാത്രികരെല്ലാം അവളെ ശ്രദ്ധിച്ചു. സ്വയം മറന്നുപോയ ആ നിമിഷത്തെക്കുറിച്ച് അവളും ബോധവതിയായി. ട്രെയിൻ ചലിച്ചു തുടങ്ങി. ജനാലയോട് മുഖം ചേർത്ത് അവൾ പുറത്തേക്ക് നോക്കി. അവനെ കാണാനില്ല. എവിടെ പോയി അവൻ? ദൈവമേ, ശരിക്കൊന്നും കണ്ടില്ലല്ലോ. എത്ര വർഷമായി? അവൻ തന്നെ ആയിരുന്നോ?
തനിക്ക് തോന്നിയതാണോ? താൻ വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയോ? എല്ലാം സംശയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ഇനി അവനെ താൻ എന്തെങ്കിലും കാണുമോ? പെട്ടെന്ന് വിചിത്രമായ ഒരു വിചാരം അവളെ ബാധിച്ചു. തന്റെ മുൻപിൽ ഈ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റ് അവന്റേതല്ലേ? വാസ്തവത്തിൽ 99% വിഡ്ഢിത്തമായി തീരേണ്ട ആ തോന്നൽ ക്രമേണ ശക്തി പ്രാപിച്ചു വരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഉവ്, അതവന്റെ തന്നെയാണ്. അങ്ങനെ ഉറപ്പിക്കുമ്പോഴേക്കും അവൾ പ്ലാറ്റ്ഫോമിൽ കണ്ട രൂപം പാസേജിൽ പ്രത്യക്ഷപ്പെട്ടു. തന്നെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. വേഗം അവളുടെ മുന്നിലേക്ക് വന്നു. സീറ്റിലേക്ക് ഇരുന്നിട്ട് അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അവളും അവനെ തന്നെ കണ്ണുമയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ പെട്ടെന്ന് ഓർത്ത പോലെ കൈനീട്ടി. അവൾ തന്റെ കരം വിട്ടുകൊടുത്തു. എടി, നീ എങ്ങനെ ഇവിടെ? ഞാനിപ്പം ഇവിടാ, ഗോവയിൽ. മനുവേട്ടൻ എവിടുന്ന് വരുന്നു? ഞാൻ സൂററ്റിൽ നിന്ന്. ഞങ്ങളുടെ കമ്പനി സംബന്ധമായ ഒരു കാര്യത്തിന് പോയതാ. മനീഷ് അവളുടെ കൈത്തലം തന്റെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അവളുടെ വിരലുകളെ പതിയെ തലോടി. മനുവേട്ടൻ കേരളത്തിലേക്കാണോ? അതെ. ഇപ്പം എവിടെയാ? ലണ്ടനിലായിരുന്നല്ലോ അല്ലേ? ഓൾമോസ്റ്റ് 3 years. 2 വർഷത്തെ ഡെപ്യൂട്ടേഷൻ ആയിരുന്നു. കമ്പനി 1 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. നാട്ടിലെത്തിയിട്ട് 3 മാസമായി. ഇപ്പോ എറണാകുളത്താ, ഇൻഫോ പാർക്ക്. കല്യാണം? കുട്ടികളൊന്നും ആയില്ലടി. കല്യാണം നാളെ. മനീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മൈ ഗോഡ്, നാളെയോ? എന്നിട്ട് ഇന്നിവിടെ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീട്ടിലുണ്ടായിരുന്നു. കമ്പനിയുടെ ഒരു അർജന്റ് കോൾ. ഫ്ലൈറ്റിലാ അങ്ങോട്ട് പോയത്. എന്നാലും നാളെ സമയത്തിനെത്തണ്ടേ? ഇത് വെളുപ്പിന് 5:30 എറണാകുളത്തെത്തും. പിന്നെ 2 മണിക്കൂർ ഡ്രൈവ്. മാരേജ് 11:30. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇന്നലെ സൂററ്റിൽ പോയതാ ഞാൻ. നാളെ വീട്ടിലെത്തുന്നു. വീട്ടിലെല്ലാം നോക്കാൻ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെയുണ്ട്. മനുവേട്ടൻ അന്നത്തെ പോലെ തന്നെ, ഒരു മാറ്റവുമില്ല. നീയും അങ്ങനെ തന്നെ. അല്പം മെലിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. കുറച്ച് സീരിയസ് ആയോ? അവൾ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്റെ കല്യാണത്തിന് വരുമോ നീ? നാളെ. ഞാൻ ക്ഷണിക്കാൻ വൈകിയത് കൊണ്ടാണോ? നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റി നോക്കണോ? എനിക്ക് വീട്ടിൽ പോകണ്ടേ മനുവേട്ടാ? ഓ സോറി, ഞാനതെല്ലാം ചോദിക്കാൻ വിട്ടു. നീ എന്താ ഇവിടെ? ഞാനിപ്പം ഗോവയിലാ, മഡ്ഗാവിലെ ഒരു കോൺവെന്റ് സ്കൂളിൽ ടീച്ചർ. അപ്പോൾ ജയപ്രകാശോ? അവൻ എവിടെയാ? നിങ്ങൾക്കിതുവരെ കുട്ടികളൊന്നും? ജയൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. അറിയില്ലെന്നോ? എന്താ ഈ പറയുന്നേ? ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടന്നില്ല മനുവേട്ടാ. അതെന്താ നടക്കാതെ? എനിക്ക് തോന്നി ഇനി അത് വേണ്ടെന്ന്. നിശ്ചയം പോലും കഴിഞ്ഞതല്ലേ? എന്നിട്ടും? അനുപ്രിയ ജനലിലൂടെ പുറത്തേക്ക് കണ്ണയച്ചു. അവളുടെ മുഖത്തൊരു മന്ദഹാസമുണ്ടായിരുന്നു. അതൊരു സുതാര്യമായ ആവരണമാണെന്ന് വേഗം തിരിച്ചറിയാമായിരുന്നു. ജയനെ പിന്നീട് കണ്ടിട്ടേയില്ല? കഴിഞ്ഞ വർഷം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. ഭാര്യയും ഒരാൺകുഞ്ഞും. ഗുരുവായൂർക്ക് പോകാൻ നിൽക്കുന്നു. വൈഫിനെ എനിക്ക് പരിചയപ്പെടുത്തി. സാന്ദ്ര, ബാങ്ക് എംപ്ലോയി തന്നെ. കുറച്ച് കുശലം പറഞ്ഞു പിരിഞ്ഞു. നിന്നോട് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു അവന്? ആദ്യമൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹാപ്പിയാണ്. അതുപോലെ. ഞാൻ കാരണമാണോ അനു നീ അവനെ വേണ്ടെന്ന് വെച്ചത്? എനിക്ക് ആത്മവഞ്ചന കാണിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. ജയനെ ഒരു നുണ പറഞ്ഞു പറ്റിക്കാം. പക്ഷെ എന്നെ ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കും? അനു, നിനക്കത് മറക്കാമായിരുന്നില്ലേ? അതൊരു തെറ്റായിരുന്നെങ്കിൽ ഞാൻ മറന്നേനെ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശരിയായിരുന്നു അത്. ആ ശരിയെ മറക്കാൻ വേണ്ടി കുറേയധികം തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അത്രയ്ക്കിഷ്ടമായിരുന്നോ നിനക്കെന്നോട്? അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ജയനെ ഞാൻ കൂട്ടുപിടിച്ചത് എനിക്ക് മനുവേട്ടനുമായി കൂടുതൽ അടുക്കാൻ വേണ്ടിയായിരുന്നു. മനുവേട്ടന്റെ അതേ മനസ്സായിരുന്നു എന്റേതും. പക്ഷേ ഒന്നും പറയാൻ കഴിയുന്നതിന് മുമ്പേ നമ്മൾ തമ്മിൽ ജോഡി പിരിഞ്ഞുപോയി. ജയനും ഞാനും മനുവേട്ടനും മേഘ്നയും. എന്തൊരു ക്രൂരമായ തമാശ അല്ലേ? വേറെ വിവാഹമൊന്നും ആലോചിച്ചില്ലേ? ഒട്ടൊരു വല്ലായ്മയോടെ മനീഷ് ചോദിച്ചു. അച്ഛൻ കുറെ പരിശ്രമിച്ചു. എനിക്ക് സമ്മതമില്ലായിരുന്നു. അച്ഛൻ ഹൃദ്രോഗിയായിരുന്നല്ലോ. അമ്മയില്ലാത്ത കാരണം പറഞ്ഞ് എന്നെ കുറെ നിർബന്ധിച്ചു, കുറെ ഭീഷണിപ്പെടുത്തി. കല്യാണാലോചന കൊണ്ടുവരാതിരിക്കാനായി ഞാൻ ബ്രോക്കർമാർക്ക് കൈക്കൂലി കൊടുത്തതറിഞ്ഞ് ഒരിക്കൽ എന്റെ മുഖത്തടിച്ചു. വിഷാദം നിറഞ്ഞ ഒരു പുഞ്ചിരിയുമായി അവൾ പറഞ്ഞു. പാവം, കഴിഞ്ഞ വർഷം അച്ഛൻ പോയി. ഏട്ടനുണ്ട് നാട്ടിൽ. എനിക്ക് അവധി കിട്ടുമ്പോൾ നാട്ടിൽ പോകാൻ ഒരു കാരണം വേണ്ടേ? അതാണ് ഏട്ടനും ഏട്ടന്റെ കുടുംബവും. എന്നോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടോ മനസ്സിൽ? ഞാനാണ് നിന്റെ ജീവിതം കെടുത്തിക്കളഞ്ഞതെന്ന്? ഒരിക്കലുമില്ല മനുവേട്ട.
സന്തോഷവും നന്ദിയും മാത്രമേയുള്ളൂ. മനസ്സിലുണ്ടായിരുന്ന സ്നേഹം എനിക്ക് വെളിപ്പെടുത്തി തന്നില്ലേ? എന്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നത് മുഴുവൻ മനുവേട്ടന് തരാൻ എനിക്കൊരവസരം തന്നില്ലേ? വിവാഹ ജീവിതം വേണ്ടെന്ന് വെക്കേണ്ട, ഇനിയും സമയമുണ്ട്. അത് കേട്ട് അനുപ്രിയ മന്ദഹസിച്ചു. എന്റെ വിവാഹം ഒരിക്കൽ നടന്നതാണ്, വൃന്ദാവനത്തിൽ വെച്ച്. മനുവേട്ടന്റെ ആ റൂം എനിക്ക് മറക്കാൻ പറ്റില്ല. മനുവേട്ടന്റെ തലമുടിയുടെ, പുതപ്പിന്റെ, തലയിണയുടെ, കിടക്കവിരിയുടെ, ആ പുസ്തകങ്ങളുടെ ഒക്കെ മണം എന്റെ ഓർമ്മയിലുണ്ട്. അന്ന് പെയ്ത പുതുമഴയുടെ നനവും മഞ്ഞിന്റെ കുളിരും മണ്ണിന്റെ ഗന്ധവും എല്ലാമുണ്ട്. ഞാനത് കൊണ്ടു നടക്കുകയാ. ഈ ലോകത്ത് എവിടെ പോയി താമസിച്ചാലും എന്റെ കൂടെയുണ്ടത്, ഒരു നിർവൃതിയോടെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. മഡ്ഗാവിലെ ഒരു വില്ലേജിലാണ് ഞങ്ങളുടെ സ്കൂൾ. കോൺവെന്റ് ഹോസ്റ്റലിലാണ് താമസം. ഞാൻ ചിലപ്പോൾ മനുവേട്ടന്റെ റൂം എടുത്ത് അവിടെ വെക്കും. അവിടെ അതേ കിടക്കയിൽ മനുവേട്ടനെ പ്രാണവായുവായി ശ്വസിച്ച് കിടന്നുറങ്ങും. അതൊരു ഇമാജിനേഷൻ അല്ലേ? ജീവിതത്തിന് ഇടപഴകേണ്ടത് യാഥാർത്ഥ്യങ്ങളോടാണ്. രാജാവിനോട് ഭിക്ഷ തണ്ടാൻ പറയുന്നത് പോലെയാ എന്നോട് ഇനി വിവാഹം കഴിക്കാൻ പറയുന്നത്. എന്റെ ഖജനാവ് നിറയെ സ്വർണവും രത്നങ്ങളുമാണ്. ഞാനെന്തിന് ഇനി ഇരുമ്പിനും ഈയത്തിനു വേണ്ടി അന്വേഷിക്കണം? എനിക്കൊരു കുറ്റബോധം തോന്നുന്നു. വേണ്ട, എനിക്കറിയാമല്ലോ ഞാൻ എന്തുമാത്രം കൊതിച്ചിരുന്നതാണ് എനിക്ക് കിട്ടിയതെന്ന്. അന്നു ഞാൻ അനുഭവിച്ച ആനന്ദത്തിന് അളവില്ല മനുവേട്ട. അത്രയ്ക്ക് പ്രണയപരവശിയായിരുന്നു ഞാൻ. ആ നല്ല ഓർമ്മകളുടെ മീതെ മറ്റൊരു വിവാഹം, മറ്റൊരു പുരുഷൻ, വേറൊരു ജീവിതഗന്ധം, വേറൊരു സ്പർശനം, അതൊന്നും എനിക്ക് ഓർക്കാൻ പോലും വയ്യ. നിനക്ക് സങ്കടമില്ലേ, നിരാശയില്ലേ ഇങ്ങനെ ജീവിതം പാഴായി പോകുന്നതിൽ? ഇല്ല മനുവേട്ട, ഇതൊരു ശാപമാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ സന്തോഷിക്കുകയുള്ളൂ. ഈ ശാപം എനിക്ക് തന്നെ കിട്ടിയല്ലോ. ഞാൻ നിനക്ക് വേണ്ടി ഒരാളെ വേണ്ട, മനുവേട്ടനിൽ കുറഞ്ഞ ഒരാളെ സ്വീകരിക്കാൻ, സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ തോറ്റുപോകും. എന്നേക്കാൾ മികച്ചതാണെങ്കിലോ? അതെങ്ങനെ അറിയാൻ പറ്റും? അങ്ങനെയൊന്നില്ല മനുവേട്ട. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയാമോ? എന്റെ സംശയങ്ങൾ ഞാൻ മനുവേട്ടനോട് ചോദിക്കും. ഉത്തരം ഞാൻ തന്നെ കണ്ടെത്തുമായിരിക്കും. വെളിച്ചമില്ലാത്തിടത്ത് മനുവേട്ട ആ ടോർച്ചടിച്ച് കാണിക്ക് എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറയും. ഒന്ന് കാലിടറിപ്പോയാൽ ഞാൻ കൈനീട്ടി പിടിച്ച് ബാലൻസ് ചെയ്യുന്നത് മനുവേട്ടന്റെ കൈത്തണ്ടയിലാണ്. എനിക്ക് തണുക്കുമ്പോൾ ഞാൻ പറയും, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കും മനുവേട്ട, എനിക്ക് പരുവരുവോ, ആ നെറ്റിയിലൊന്ന് കൈവച്ച് നോക്കണേ എന്ന് ഞാൻ കെഞ്ചും. എന്റെ എല്ലാം ഞാൻ മനുവേട്ടനോട് പറയും. അങ്ങനെ ജീവിക്കുന്ന എനിക്ക് വേറൊരാളെ ആവശ്യമുണ്ടോ? മനീഷ് ഒരു ഉത്തരവും പറയാനില്ലാതെ അവളുടെ കാതരമായ മിഴികളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ട്രെയിൻ തുരങ്കത്തിൽ നിന്ന് പുറത്തു കടന്നതോടെ ചികിടടുപ്പിക്കുന്ന ശബ്ദം നിലച്ചു. ഇനി പൂപ്പാടങ്ങളുടെ താഴ്വരയാണ്. എറണാകുളം സൈത്ത് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ സാവധാനം ചെന്നു നിന്നു. അനുപ്രിയയുടെ ട്രോളി ബാഗ് മനീഷ് ബാബുവാണ് എടുത്തത്. അവന്റെ ഷോൾഡർ കിറ്റ് അനുപ്രിയയും. രണ്ടുപേരും മേൽപ്പാലം കയറിയിറങ്ങി റെയിൽവേയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. ഇനി എങ്ങനെയാണ്? മനീഷ് അനുപ്രിയയെ നോക്കി. എന്റെ കല്യാണത്തിന് വരുന്നോ, അതോ കവണാറ്റിൻകരയ്ക്ക് പോകുന്നോ? എന്റെ സ്ഥലപ്പേരൊന്നും മറന്നില്ലല്ലോ. പറ, ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് താങ്ങാനുള്ള കരുത്തുണ്ടെങ്കി വാ. നീ എന്റെ കല്യാണത്തിന് വരണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ വരും. നിന്നെ തള്ളിയിട്ട് കൊല്ലാനായിട്ട്. ഞാനൊരു സൂയിസൈഡ് പോയിന്റ് കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് മനുവേട്ടൻ വിളിച്ചാൽ പോലും ഞാൻ വരും. മനുവേട്ടൻ എവിടെ വിളിച്ചാലും വരും. നിനക്ക് അവളോട് അസൂയ തോന്നുമോ? ഇല്ല, ഞാനാകാൻ അവൾക്ക് ഒരിക്കലും പറ്റില്ലെന്ന് എനിക്കറിയാമല്ലോ. മനീഷ് കാറിന്റെ ഡിക്കി തുറന്ന് ട്രോളി ബാഗ് അതിനുള്ളിൽ വെച്ചു. കേറ്. അവൻ സീറ്റ് ചൂണ്ടിക്കാട്ടി. 2 മണിക്കൂർ ഡ്രൈവ്. മൂവാറ്റുപുഴ തൊടുപുഴ വഴി മുട്ടത്തെത്തിയ ശേഷം കാഞ്ഞാർ. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പുള്ളിക്കാനം വാഗമൺ റോഡ്. കയറ്റം കയറുന്തോറും അനുപ്രിയയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. എത്രയൊക്കെ നിസ്സംഗത ഭാവിച്ചാലും ഹൃദയത്തിൽ പ്രണയനൊമ്പരമിരുന്ന് വിതുമ്പുന്നു. മനീഷ് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ വർണ്ണമാല്യം അണിയിക്കുന്നത് കാണാൻ തനിക്ക് ഏറെ മനോബലം വേണ്ടിവരുമെന്ന് അനുപ്രിയ തിരിച്ചറിഞ്ഞു. വൃന്ദാവനത്തിന്റെ പച്ചച്ചായമടിച്ച ഗേറ്റ്. അവിടം മുതൽ അലങ്കാര തോരണങ്ങൾ. കാറിലിരുന്നു തന്നെ കണ്ടു മുറ്റത്തെ അലങ്കാരപ്പന്തൽ. കാറുകൾ, ബൈക്കുകൾ, ജീപ്പുകൾ. റോഡിനിരുവശവും മനീഷിന്റെ പച്ചപ്പഴത്തോട്ടത്തിലും മുറ്റത്തും നിറയെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ. കാർ ചെല്ലുമ്പോൾ ആളുകൾ വഴിമാറുന്നു. കാർ നിർത്തിയിട്ട് മനീഷ് അവളോട് പറഞ്ഞു, ഇറങ്ങ്, ഇനി മുന്നോട്ട് പോവില്ല. അനുപ്രിയയുടെ കണ്ണുകൾ നീറത്തുടങ്ങിയിരുന്നു. ഇനി എത്ര സമയമുണ്ട് ബാക്കി? മനുവേട്ടൻ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ മിന്നുകെട്ടാൻ. ജയപ്രകാശ് നിൽക്കുന്നത് കണ്ട് അവളുടെ മുഖം വിളറി. ജയപ്രകാശ് കൈ ഉയർത്തി കാണിച്ചു ചിരിക്കുന്നു. ഭാര്യയും കുഞ്ഞും അരികിലുണ്ട്.
അതിമനോഹരമായി അലങ്കരിച്ച ഷാമിയാന, കസേരകളും ഡെസ്കുകളും. ഇവിടെ തന്നെയാണോ റിസപ്ഷൻ? മനീഷ് പറഞ്ഞു. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. 3 മാസം മുമ്പ് ജയനെ ഞാൻ എറണാകുളത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അവനാണ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടന്നിട്ടില്ലെന്ന്. നീ മഡ്ഗാവിലാണെന്നും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതും മഡ്ഗാവിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു നിന്നെ അറിയാതെ നിന്നെ കാണാൻ. അനുപ്രിയ അവിശ്വാസത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സൂറത്തിൽ പോയിന്ന് പറഞ്ഞത് നുണയാ. ഞാൻ മഡ്ഗാവിലേക്ക് തന്നെ വന്നതാ. നീ അവധിക്ക് നാട്ടിൽ വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതൊക്കെ 1 മാസം മുമ്പേ ഞാൻ അറിഞ്ഞു വെച്ചു. നിന്റെ ബ്രദറിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ അതേ ഡേറ്റിൽ അതേ ട്രെയിനിൽ തന്നെ ഞാനും ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. ദേ രോഹിണി ടീച്ചർ. അവൻ അനുപ്രിയയുടെ കൈപിടിച്ച് അമ്മയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഇവൾക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി വരാൻ സമയമെടുക്കും. അമ്മ വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കണം. 11:30ക്കാണ് മുഹൂർത്തം. അതിനു മുമ്പ് ഇവളെ മുകളിലേക്ക് വരണം. അവൾക്ക് ഫ്രഷ് ആകണം. അത് കഴിഞ്ഞ് ഡ്രസ് ചേഞ്ച്, മേക്കപ്പും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്. രോഹിണി ടീച്ചറിന്റെ കയ്യിൽ അവളെ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. രോഹിണി ടീച്ചർ വാത്സല്യത്തോടെ അവളുടെ ശിരസിൽ തലോടി. അനുപ്രിയ ഒന്നും മനസ്സിലാകാതെ ചുറ്റും നോക്കി. അലങ്കരിച്ച സ്റ്റേജിൽ കർട്ടനിൽ എഴുതിയിരിക്കുന്ന സ്വർണ്ണ ഗിൽറ്റിട്ട വലിയ അക്ഷരങ്ങൾ അവൾ വായിച്ചു. വെഡ്സ് ടുഡേ, മനീഷ് ബാബു വിത്ത് അനുപ്രിയ. അവളുടെ മനസ്സിൽ ഒരു സങ്കടക്കടൽ അലതല്ലിയാർത്തു. വീണ്ടും ഒന്നുകൂടി നോക്കിയിട്ട് അവൾക്കത് വായിക്കാൻ കഴിഞ്ഞില്ല. കണ്ണിൽ ഓളപ്പാത്തികളുടെ വേലിയേറ്റമായി. മനീഷ് മുറിയിലെത്തി ഒന്ന് ചുറ്റിത്തിരിയുമ്പോഴേക്കും രോഹിണി ടീച്ചർ അനുപ്രിയയെ ഒരന്തയെപ്പോലെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും നിങ്ങൾ റെഡിയാകൂ, മുഹൂർത്തം തെറ്റിക്കേണ്ട. അനുപ്രിയയെ മുറിയിലാക്കിയിട്ട് രോഹിണി ടീച്ചർ തിരിച്ചുപോയി. മനീഷ് ചെന്ന് വാതിൽ ചാരി. അവൻ തൊട്ട നിമിഷത്തിൽ വാവിട്ട് കരഞ്ഞ് അവൾ അവന്റെ നെഞ്ചിൽ മുഖമിട്ട് തല്ലി. അവന്റെ പുറത്ത് നഖങ്ങൾ ആഴ്ന്നു. സോറി, അവൻ പറഞ്ഞു. സ്നേഹക്കൂടുതൽ കൊണ്ടാ ഞാൻ ഇതെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്തത്. എന്നെ ഞാൻ അറിയാതെ കൂടെ കൊണ്ടു നടന്ന നിനക്ക് നീ അറിയാതെ വേണ്ടേ ഞാൻ എന്നെ തരാൻ? അവൻ അവളെ കോരിയെടുത്ത് കിടക്കയിലേക്ക് കിടത്തി. അന്നത്തെ പോലെ കിടക്കയ്ക്കരികെ മുട്ടുകുത്തി. കണ്ണീരണിഞ്ഞ അവളുടെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചു. മൃദുവായി വിളിച്ചു, അനു, ഐ വോണ്ട് മിസ് യു എനി മോർ. അവളുടെ പേലവാങ്കുലികൾ അന്നത്തെ പോലെ തന്നെ അവന്റെ മുടിയിഴകൾക്കിൽ അമർന്നു. അതേ മതം, അതേ ഗന്ധം. മരതകക്കാതിലുകളുടെയും വുഡ് പോളിഷിന്റെയും പുതുമഴയേറ്റ് കുതിർന്ന മണ്ണിന്റെയും പിന്നെ അവന്റെയും സമ്മിശ്ര ഗന്ധം വീണ്ടും അവളെ പൊതിഞ്ഞു.